നോർത്ത് പറവൂർ നഗരസഭ 2026-27 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി പറവൂർ ടൗൺ ഹാളിൽ വെച്ച് വികസന സെമിനാർ നടത്തി. നഗരസഭ കൗൺസിലർമാരും ജീവനക്കാരും നഗരത്തിലെ വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികളും പങ്കെടുത്ത സെമിനാർ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട അവസാനവട്ട ഒരു ചടങ്ങാണ് നടക്കുന്ന വികസന സെമിനാർ. ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ വർഷം ഇതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ സ്വല്പം നിരാശയോടെയാണ് ഞങ്ങൾ ഈ ഭരണസമിതി നിങ്ങളെ മുന്നിലെത്തുന്നത്. കാര്യം നമുക്ക് ഉദ്ദേശിച്ച പദ്ധതികളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല. ഇത്തവണ നേരത്തെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞത് നമുക്ക് CFC അതായത് കേന്ദ്രാവിഷ്കരണ പദ്ധതിയുടെ പൈസ ഇത്തവണ വന്നിട്ടില്ല. കഴിഞ്ഞവണ വന്നിട്ട് ഇത്തവണ നമുക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് അത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഉത്തരവ് വന്നേക്കണാണ്. ഏകദേശം 4 കോടിയുടെ പദ്ധതികൾ മാറ്റി വെച്ചുകൊണ്ട് പ്ലാൻ ഫണ്ട്, നമ്മുടെ STP അതായത് പട്ടികജാതി ഫണ്ട്, ട്രൈബൽ ഫണ്ട്, STP ഫണ്ട് മാത്രം വെച്ചിട്ടാണ് ഇത്തവണ ഈ പ്രോജക്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാം പറഞ്ഞ നിർദ്ദേശങ്ങളിൽ വളരെ ചുരുക്ക കാര്യങ്ങൾ മാത്രമേ ഈ ഭരണസമിതിക്ക് ഇത്തവണ നടത്താൻ പറ്റുള്ളൂ. പക്ഷെ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ജൂൺ ആകുമ്പോഴേക്കും ഈ പൈസ വരും. അപ്പൊ ഇപ്പൊ ഇത്തവണ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത ദിവസം വരെ അതിന്റെ പെരുമാറ്റച്ചട്ടം നാളെ മറ്റന്നാൾ വരും, വിധിയാഴ്ച വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. 28-ാം തീയതിക്കുള്ളിൽ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ട് നാളെ DPC നമുക്ക് വച്ചേക്കാണ്. ആ DPCയിൽ പ്രോജക്ട് വൈസ് ചെയർപേഴ്സൺ ലൈജി ബിജു അധ്യക്ഷയായി. പ്രതിപക്ഷ കൗൺസിൽ ലീഡർ CA രാജീവ് പ്രസംഗിച്ചു. പ്രാധാന്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായി സംസാരിച്ചു. 25-26 ഇതുപോലെയുള്ള വികസന സെമിനാറിലൂടെ ഒട്ടേറെ നിർദ്ദേശങ്ങൾ വന്നു. അത് പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ കഴിയാത്തതുകൊണ്ട് വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ട് ഈ വരുന്ന 26-ലേക്കുള്ള പദ്ധതി കൂടി ഉൾപ്പെടെയുള്ള ഒരു സമഗ്ര പദ്ധതിയാണ് ഇത് ചർച്ച ചെയ്യേണ്ടത്. ഒട്ടേറെ പോരായ്മകൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ആ ഫണ്ട് വേണ്ടത്ര വിനിയോഗിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതടക്കം നമുക്ക് പൂർണ്ണതോതിൽ അത് ചെലവഴിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ എല്ലാ അംഗങ്ങളും വർക്കിംഗ് ഗ്രൂപ്പിൽ പങ്കെടുത്തിട്ടുള്ള ഓരോ അംഗങ്ങളും അവരുടെ ആത്മാർത്ഥമായ സഹകരണം ഈ നഗരസഭയുടെ പൊതുവായ വികസനത്തിന് വേണ്ടി ആത്മാർത്ഥമായ സമീപനം ഉണ്ടാകണമെന്നാണ്. കൗൺസിലർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ വിവിധ വികസന പദ്ധതികളെ കുറിച്ചുള്ള ഗ്രൂപ്പ് ചർച്ചയും നടന്നു. വികസനകാര്യ കമ്മിറ്റി ചെയർമാൻ സജി നമ്പിയത്ത് സ്വാഗതവും കൗൺസിലർ നന്ദിനി രമേശ് നന്ദിയും പറഞ്ഞു. CJ ജോയ്, സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.